ഇസ്രായേലിൽ ഹമാസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കണ്ണൂർ പയ്യാവൂർ സ്വദേശി ഷീജ ആനന്ദ് നാട്ടിൽ തിരിച്ചെത്തി. 9 മാസം മുൻപാണ് ഹമാസിന്റെ ഷെല്ലാക്രമണത്തിൽ ഷീജയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. നാട്ടിൽ തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീജ ജനം ടിവിയോട് വ്യക്തമാക്കി. കഴിഞ്ഞ ഒക്ടോബറിലാണ് പയ്യാവൂർ സ്വദേശി ഷീജ ആനന്ദ് ഹമാസിന്റെ ആക്രമണത്തിനിരയാകുന്നത്. 8 വർഷമായി ഇസ്രായേലിൽ കെയർടേക്കറായി ജോലി ചെയ്യുന്ന ഷീജയ്ക്ക് അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. എനിക്ക് ഇത് പറ്റിയത് 9:30 രാവിലെ. അത് അന്ന് രാവിലെ 6:30 മുതൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അന്നേരം ഒരു 9:30 വരെ എല്ലാവർക്കും ഇത് കുറച്ച് കുറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മച്ചി ബെഡ്റിഡനായിരുന്നു. അപ്പോൾ ഞാൻ അമ്മച്ചീനെ ബെഡ്റിഡൻ നമ്മൾ ക്ലീൻ ചെയ്യണമല്ലോ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഫോൺ വന്നപ്പോൾ ഹാളിലേക്ക് വന്നത്. എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു, ഇവിടെ പ്രോബ്ലം ആയതുകൊണ്ട് നമ്മുടെ പ്രോബ്ലം വീട്ടിലേക്ക് പേടിയുണ്ടല്ലോ. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ അത് എടുക്കാൻ വേണ്ടി വന്നേ. എംപ്ലോയറുടെ മോൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ പറഞ്ഞിട്ട് ഞാൻ ഹാളിലേക്ക് വന്നത്. എൻ്റെ ഫോൺ അടിക്കുന്നു, വീട്ടിൽ വിളിച്ച് പറയും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതിന് വേണ്ടി വന്ന് ഫോൺ എടുത്ത് ഇവരോട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഇവിടെ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും മിസൈൽ വന്നിട്ട് എൻ്റെ കൈക്ക് വീണു. ഷീജയ്ക്ക് പരിക്കേറ്റതിന് പിന്നാലെ ഇസ്രായേൽ അധികൃതർ കണ്ണൂരിൽ നിന്നും ഭർത്താവ് ആനന്ദിനെ ഇസ്രായേലിൽ എത്തിച്ചിരുന്നു. എൻ്റെ ഹസ്ബൻഡിനെ കൊണ്ടുപോയി പിന്നെ ഹോട്ടലിൽ, ടെലവിൽ ഹോട്ടലിൽ, അവിടെ വലിയ സിറ്റിയാണല്ലോ, റൂം എടുത്ത് നിർത്തി. പിന്നെ ഫുഡ് എല്ലാം, ട്രാവലിംഗ് മണി എല്ലാം അവർ പേ ചെയ്ത് കൊടുക്കും. പിന്നെ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഫുള്ള് ചെയ്യുമായിരുന്നു. വലിയ പ്രതിസന്ധികൾ തരണം ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ഷീജ പറഞ്ഞു. നാട്ടിൽ തിരിച്ചെത്തിയത് സന്തോഷം തന്നെ. പിന്നെ ആടെ നമ്മൾ ഒറ്റക്കല്ലായിരുന്നു, ഞാനും ഹസ്ബൻഡും. അപ്പം നമ്മൾ തിരിച്ചെത്തുമ്പോൾ നമ്മുടെ ഫാമിലി, നമ്മുടെ മക്കളെല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് സന്തോഷം തന്നെയല്ലേ. പിന്നെ ഇങ്ങനെ പറ്റിപ്പോയതുകൊണ്ട് വിഷമമുണ്ട്. ഇങ്ങനെ സിറ്റുവേഷനിൽ തിരിച്ചു വരേണ്ടി വന്നതുകൊണ്ട് നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ തിരിച്ചു വരേണ്ടി വരുന്നു. അതിൻ്റെ വിഷമമുണ്ട്. ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ നാട്ടിൽ ആയുർവേദ ചികിത്സയിലേക്ക് കടക്കുവാനാണ് ഷീജയുടെ തീരുമാനം. അതേസമയം ഇസ്രായേലിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കില്ലെന്ന് ഷീജ വ്യക്തമാക്കുന്നു. ജനം, കണ്ണൂർ.